ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വളരെ ചീപ്പായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് വേണ്ടത് ഇതുപോലുള്ള ഉണങ്ങിയ മരത്തിൻ്റെ ആ ഒരു ശിഖരം മാത്രമാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത്തിളാണ് കേട്ടോ. നമ്മുടെ സാധാരണ മാവിലും പ്ലാവിലൊക്കെ ഇത്തിൾ കയറിയിട്ട് ഇതുപോലെ ഉണ്ടാവും. ഇപ്പോൾ ഇത്തിൾ തന്നെ എടുക്കണമെന്നില്ല, ഇങ്ങനെ കുറേ ശിഖരങ്ങളുള്ള ഏത് ഉണങ്ങിയ മരത്തിൻ്റെ പീസാണെങ്കിലും മതിയാവും. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല ശിഖരങ്ങളുള്ളത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്തിളായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്തിൾ കിട്ടുമെന്നുള്ളവർ അതെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ശിഖരങ്ങളുള്ള ഇതുപോലത്തെ ഏതെങ്കിലും മരത്തിൻ്റെ പീസ് എടുക്കുക. അധികം വലിപ്പത്തിൽ വേണ്ട കേട്ടോ, കുറച്ച് ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ബാക്കി എക്സ്ട്രാ ഭാഗം നമുക്ക് കട്ട് ചെയ്തങ്ങ് കളയാം. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്യണം. ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സ്പ്രേ പെയിൻ്റാണ്. സിൽവർ കളർ സ്പ്രേ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം സിൽവർ കളർ സ്പ്രേ പെയിൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ അക്രിലിക് പെയിൻറ്റ് ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ മതിയാവും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മെറ്റാലിക് കളർ യൂസ് ചെയ്യുക. മെറ്റാലിക് കളറാണെങ്കിലും സിൽവർ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി ഇതൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യുവാണ്. സ്പ്രേ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ വീടിനകത്തൊക്കെ വെച്ച് ചെയ്താൽ ഫുള്ള് വീട്ടിലൊക്കെ ആവും. അതുകൊണ്ട് വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ ശിഖരങ്ങളിൽ എല്ലായിടത്തും സ്പ്രേ ചെയ്യണം. കുറച്ച് ഭാഗമൊക്കെ പെയിൻറ്റൊക്കെ വെളിയിൽ പോവും. പിന്നെ വേണ്ടത് ഇതുപോലുള്ള ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയ കപ്പാണ്. നമ്മുടെ വേസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കപ്പ് എടുക്കുന്നത്. പിന്നെ കുറച്ച് ഈ ഒരു ചുള്ളിക്കമ്പുകളുടെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാണ് എടുത്തിരിക്കുന്നത്. വേസിന് വേണ്ടി അത് മാറ്റി വയ്ക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ആ സമയത്ത് അതവിടെ ഇരുന്ന് ഉണങ്ങിയും വരും. അപ്പോൾ ദാ ഇത് ഓരോന്നായിട്ട് എടുക്കുക. ഈ ഓരോ കമ്പിൻ്റെയും നീളം എന്ന് വെച്ചാൽ ഈ വേസിനേക്കാളും, അതായത് ഈ ഐസ്ക്രീം ബോക്സിനേക്കാളും കുറച്ചുകൂടെ നീളം കൂടിപ്പോയാൽ കുഴപ്പമില്ല. അപ്പോൾ കുറച്ചുകൂടെ നീളം പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. തീരെ ചെറുതാവാതെ സൂക്ഷിക്കണം. ഇനി നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ഫുള്ള് ഒട്ടിക്കുന്ന പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും വേണ്ട. കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചാൽ മതി. അതുപോലെ ഇതിൻ്റെ വക്ക് ഭാഗത്തൊക്കെ കുറച്ച് ഗ്ലൂ ഗൺ വെറുതെ തേച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു റഫ് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് തേച്ച് വയ്ക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ഗ്ലൂ ഗണ്ണ് അവിടെയൊക്കെ തേച്ച് വയ്ക്കാം, കുഴപ്പമില്ല. പിന്നെ ഉള്ളിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ സിൽവർ കളർ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് പുറത്ത് കൊണ്ടുപോയി ഞാൻ ഇതുപോലെ സ്പ്രേ ചെയ്യുവാണ് കണ്ടോ. ഇപ്പോൾ ഇത് കുറച്ചുകൂടി സ്പ്രേ ചെയ്യാൻ ഈസിയാണ്, മറ്റത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ രണ്ടും ഞാൻ ഫുള്ള് നന്നായിട്ട് ആ ഗ്യാപ്പൊന്നും വരാതെ സ്പ്രേ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം വീട്ടിനകത്തേക്ക് കൊണ്ടുവരാൻ കണ്ടോ. ഇത് ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം വെയിലത്തിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഒരു മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വേസും രണ്ടും റെഡി ആയിട്ടുണ്ട്. രണ്ടിനും വേറൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കമ്പാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ മുത്തമൊക്കെ വേണമെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് സ്പ്രേ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വേസിൻ്റെ പുറത്ത് വേസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം ഇതിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ അങ്ങ് സ്പ്രേ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ രണ്ടും കൂടി സെറ്റാക്കി എടുക്കണം. ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്യണം. എൻ്റെ കയ്യിലൊക്കെ കണ്ടോ കുറച്ച് പെയിൻറ്റ് പറ്റിയിട്ടുണ്ട് സ്പ്രേ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ബട്ടർഫ്ലൈ വെച്ചിട്ടാണ്. ഇത് സ്റ്റിക്കറുള്ള ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ബട്ടർഫ്ലൈ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ലീവ്സ് ഒരു കളർ പേപ്പറിലൊക്കെ ലീവ്സ് വെട്ടിയെടുത്തിട്ട് അത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഫ്ലവേഴ്സ് കൊണ്ട് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർഫ്ലൈ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ബട്ടർഫ്ലൈ ആണ് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ സ്റ്റിക്കറുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നിറച്ചൊട്ടിക്കൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് ബട്ടർഫ്ലൈ ഒട്ടിച്ച് കൊടുക്കുവാണ്. ഇപ്പം സെയിം കളറിൽ തന്നെ ഉള്ള ബട്ടർഫ്ലൈ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യുവാണ്. സിമ്പിളാണ് കേട്ടോ, ആർക്കും ചെയ്യാം. ഇങ്ങനെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ഐറ്റമാണ്. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കമ്പിൻ്റെ പീസ് മാത്രം നമുക്ക് കിട്ടിയാൽ മതിയാവും. ഫുള്ള് ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ തീരുന്നവരെ എല്ലായിടത്തും ബട്ടർഫ്ലൈ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കല്ലുകൾ മറ്റോ നിറച്ചതിന് ശേഷം ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കല്ലുകൾ വെച്ചതിന് ശേഷം കല്ലുകൾ നിറച്ചാലും മതിയാവും, നന്നായിട്ട് വീണ് പോവാതെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിറച്ച് കൊടുക്കുക, മണ്ണോ എന്തെങ്കിലുമൊക്കെ നിറച്ച് കൊടുക്കുക. നമ്മൾ വീടിനകത്താണല്ലോ ഇത് വെക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിക്ക് ഇരിക്കും. ടേബിളിൻ്റെ മിഡിൽ ഭാഗത്തൊക്കെ വെച്ചാൽ നല്ലൊരു ഷോ പീസായിരിക്കും. ഇങ്ങനെയുള്ള ഷോ പീസൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നല്ല വിലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം സിമ്പിളായിട്ട് നമ്മൾ വിറകിനൊക്കെ വേണ്ടി എടുക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പം ഞാനിപ്പോൾ ഇത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഈ ഒരു കല്ല് വെയിറ്റ് വെച്ച് ഫിറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് സെറ്റാക്കിയിട്ട് ഇതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ട്രീ തന്നെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്